ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഇപ്പം നമ്മൾ രണ്ടാമത്തെ കേബിൾ കാർ കയറാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് നിൽക്കുകയാണ്. ഇവിടെ രണ്ട് രീതിയിൽ കേബിൾ കാർ ഉണ്ട്. ഒന്ന് ഓപ്പൺ ആയിട്ടുള്ള കേബിൾ കാറുണ്ട്, പിന്നൊന്ന് നമുക്കിങ്ങനെ കാറ് പോലെ അകത്ത് നല്ല സേഫ് ആയിട്ട് ഇരിക്കണമെങ്കിൽ കേബിൾ കാറുണ്ട്. നമ്മളിങ്ങനെ ഓപ്പൺ ആയിട്ടുള്ളതിൽ ഇരുന്നിട്ടില്ല. എന്താ വെച്ചെങ്കിൽ നമുക്കൊന്നാമത് ഇതിൽ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. പിന്നെ അതും അല്ലാതെ സീസു ഒക്കെ ഉണ്ടാകുമ്പം വെറുതെ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അതിൽ പോകാത്തത്. പിന്നെ ഭയങ്കര തണുപ്പും ഇല്ലേ, അപ്പോൾ പിന്നെ ഇങ്ങനെ അതിൽ ട്രാവൽ ചെയ്തുകൊണ്ട് പോകുന്നില്ല. അപ്പം നല്ല കാറ്റടിച്ചിട്ട് തണുപ്പും കൂടുതലായിരിക്കും, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ അതിൽ പോയിട്ടില്ല. നമ്മളിപ്പം ഇത് സേഫായിട്ടുള്ള അതിലാണ് പോയത്. അപ്പോൾ എന്താ വെച്ചെങ്കിൽ ജിസുവിനെ കൊണ്ട് പേടിക്കും വേണ്ട, പിന്നെ നമുക്ക് തണുപ്പും അടിക്കില്ല. അങ്ങനെ രണ്ട് രീതിയിലും നല്ല ഉപകാരമല്ല എന്നിട്ട് അതിൽ പോയത്. ഇതാണെങ്കിൽ അങ്ങനെ നമുക്ക് കുറേ പോകാനുണ്ട്. നമ്മളിപ്പം ആദ്യം വന്ന കേബിൾ കാറിലും അങ്ങനെ കുറേ നമ്മൾ വന്നിട്ടാണ് ഒരു ഇതിലേക്ക് എത്തിയത്. ഇപ്പോൾ ഇതിലും അങ്ങനെ കുറച്ച് നല്ലോണം പോകാനുണ്ട്. എന്നിട്ടായിട്ടാണ് നമ്മൾ മൂന്നാമത്തെ കേബിൾ കാർ കയറേണ്ട അടുത്തേക്ക് എത്തുന്നത്. അതുമല്ലാതെ നമുക്ക് മേളിലെത്തും തോറും തണുപ്പും കൂടുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് താഴോട്ടൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് പോകാൻ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. നല്ല വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ കുറേ കേബിൾ കാറും നമുക്ക് മേളിൽ നിന്ന് ഇങ്ങോട്ട് താഴോട്ട് പോകുന്നതും കാണാൻ പറ്റും. കുറേ ആൾക്കാർ പോയിട്ട് തിരിച്ചു വരുന്നതൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ കൂടുതലായിട്ടുള്ളത് സ്കീ ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ആൾക്കാരാണ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ കേബിൾ കാർ ഇറങ്ങി. പക്ഷേ ഇവിടെ കാണാനൊന്നുമില്ല, ഫുൾ പ്ലെയിൻ ആയിട്ടാണുള്ളത്. നമ്മളിവിടെ ഇറങ്ങുക, പിന്നെ പോയിട്ട് നമ്മൾ മൂന്നാമത്തെ കേബിൾ കാറിലോട്ട് കയറുക, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു കടയോ പിന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലും കഴിക്കാനുള്ള ചെറിയ ചെറിയ കെഫയോ അങ്ങനത്തെ ഒന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ കുറേ മഞ്ഞും പിന്നെ കുറേ മലകളും പിന്നെ കുറേ ആൾക്കാരും കേബിൾ കാറും, അത്രയേ ഉള്ളൂ. അതിൽ കയറിയിട്ട് നമ്മൾ മൂന്നാമത്തെ നിലയിലോട്ട് പോവുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എല്ലായിടത്തും ഭയങ്കര തിരക്ക് തന്നെയായിരുന്നു. ഇപ്പം വിൻ്ററിൻ്റെ സീസൺ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ നമുക്ക് ഇവിടുന്ന് സൈഡൊക്കെ നിന്ന് നോക്കാൻ കുറച്ച് പേടിയാണ്. എന്താ വെച്ചെങ്കിൽ തെന്നിപ്പോയെങ്കിൽ സ്നോ അല്ല, അപ്പോൾ പെട്ടെന്ന് തെന്നാൻ ചാൻസ് ഉണ്ട്. തെന്നിയാൽ നമ്മൾ താഴെ എത്തും. പിന്നെ ഒന്നും സംഭവിക്കത്തുന്നില്ലായിരിക്കും. കുറേ ആൾക്കാർ ഇവിടുന്നൊക്കെ നല്ലപോലെ സ്കീ ചെയ്തിട്ടൊക്കെ പോകുന്നുണ്ട്. എന്നാലും നമുക്ക് അത്ര എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര പേടിയായിരുന്നു. ഇത് കണ്ടില്ലേ, നമുക്ക് താഴെ നോക്കുമ്പം എന്തോരം ആൾക്കാരാണ് സ്കീ ചെയ്തുകൊണ്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ മേളിലെത്തി. ഇതാണ് ഇതിൻ്റെ ടോപ്പ്. ഇത് സിമ്പിളാക്കി ഏറ്റവും ടോപ്പ് ഇതാണ്. ഇവിടെ നിന്നെങ്കിൽ നമുക്ക് എല്ലാം കാണാൻ പറ്റും. ഭയങ്കര അടിപൊളിയായിട്ടുള്ള നല്ല വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ കുറേ സമയം നിൽക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് തണുപ്പ് ഒട്ടും സഹിക്കാൻ പറ്റിയിട്ടില്ല. ഭയങ്കര വെച്ചെങ്കിൽ ഭയങ്കര തണുപ്പായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ച് താഴോട്ട് തന്നെ പെട്ടെന്ന് പോയി, കുറേ സമയം അവിടെ നിൽക്കാതെ. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു റെസ്റ്റോറൻറ്റിലോട്ട് കയറി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട്. ഇത് കഴിച്ചിട്ടായിരിക്കാം. ഇത് വൈറ്റ്, യെല്ലോ, ഗ്രീൻ, വയലറ്റ്, ഓറഞ്ച്, ഏത് വേണം? കൊള്ളാല്ലേ? കൊള്ളാം. അങ്ങനെ ഞങ്ങൾ കഴിച്ചിട്ട് പുറത്തിറങ്ങി. ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ വിചാരിച്ചാൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ പുറത്തിറങ്ങിയപ്പം തണുപ്പൊന്നും ഒട്ടും സഹിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അതുമല്ലാതെ അവിടെ ഡ്രോൺ ഷൂട്ട് ഉണ്ടായിരുന്നു. അതിന് അവർ 10,000 തെങ്കയാണ് ചാർജ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നാട്ടിലൊരു 2000 സംതിങ് വരുമായിരിക്കും. ഞങ്ങൾ തിരിച്ച് ബസ്സിലാണ് പോകുന്നത്. എന്താ വെച്ചെങ്കിൽ ബസ്സിന് ഭയങ്കര കുറവാണ് ചാർജ് ചെയ്യുന്നത്. നമ്മൾ ഇത് ചിമ്പിലാക്കിലേക്ക് പോകുമ്പം ക്യാബിന് അവർ 5,000 തെങ്കെ ചാർജ് ചെയ്തായിരുന്നു. ഇപ്പം അങ്ങനെ ഞങ്ങൾ വന്നിട്ട് ദോസ്തിക്ക് എന്ന് പറയുന്ന ഒരു മോളിൻ്റെ അടുത്ത് ഇറങ്ങി. എന്താ വെച്ചെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് പോകാം, കുറച്ച് ഇവിടെയൊക്കെ കറങ്ങിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് സമാധാനത്ത് റൂമിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഇറങ്ങിയത്. ഇപ്പം സമയം ഒരു 6:30 ആയിട്ടുള്ളൂ. പക്ഷേ ഇവിടെ ഒരു 8:30 ആയൊരു ഫീലാണ് നമുക്ക്. പെട്ടെന്ന് രാത്രി ആവുന്നതുകൊണ്ട് നമുക്ക് രാത്രി കൂടുതൽ കിട്ടും, പകൽ ഭയങ്കര കുറവാണ് കിട്ടുന്നത്. നമ്മൾ എണീക്കുമ്പോൾ തന്നെ കുറേ സമയമാവും. അങ്ങനെ പിന്നെ നമ്മൾ ഈ മോളിൽ വന്നിട്ട് ഒരു ജാക്കറ്റ് നോക്കണമായിരുന്നു. അങ്ങനെ നമ്മൾ ജാക്കറ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഒരേ കടയിൽ കയറിയപ്പോൾ നമ്മൾ കുറച്ച് മലയാളീസിനെ കണ്ടു. അവരെന്ത് വെച്ചെങ്കിൽ ഇപ്പം ഇവിടെ MBBS പഠിക്കാൻ വേണ്ടി വന്ന പിള്ളേരാണ്, ഫസ്റ്റ് ഇയറാണ് പഠിക്കുന്നത്. അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ അവരൊക്കെ ആയിട്ട് സംസാരിച്ച് അവിടെ നിന്നു. പിന്നെ ആ സമയത്ത് ജിസു പെട്ടെന്ന് എല്ലാവരും ഒന്നിച്ചും പെട്ടെന്ന് പോകുന്നുണ്ട്. അവരൊന്നിച്ചൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് അവരൊന്നിച്ച് കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. കുറേ സമയം അവരൊന്നിച്ചൊക്കെ ആയിരുന്നു. ഞങ്ങൾ പിന്നെ ജാക്കറ്റ് വാങ്ങിച്ചിട്ട് മേളിൽ പോയിട്ട് കഫറ്റേരിയയിൽ പോയിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കാനായിട്ട് മേളിൽ പോകുമ്പോൾ
പ്ലേ ഏരിയ കണ്ടു. അപ്പോൾ സിസു പിന്നെ അവിടുന്ന് വിടുന്നേ ഇല്ല. അവൻ എന്തായാലും അതിൽ കയറണമെന്നിട്ട് ഭയങ്കര കരച്ചിൽ അലമ്പൊക്കെ ആയി. പിന്നെ നമ്മൾ അവിടെ പോയിട്ട് ചോദിച്ചപ്പം അവർ പറഞ്ഞ കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ എന്ന്. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒരു ദിവസത്തിന് വേണ്ടി അവിടുന്ന് കാർഡ് എടുത്തിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ കുറച്ച് സമയം അവനെ ചുമ്മാ അതിലിരുത്തി. പിന്നെ അവിടുന്ന് ഞങ്ങൾ ഫുഡും കഴിച്ചിട്ട് പുറത്തിറങ്ങുമ്പോൾ ഇതാ പിന്നെയും സ്നോഫോൾ. അത് നല്ല മഴ പെയ്യുന്ന പോലെ നല്ല കട്ടിക്ക് വീഴുമായിരുന്നു. പിന്നെ നമ്മളെന്താ വെച്ചെങ്കിൽ മോളിൻ്റെ അകത്തോട്ട് പോകുമ്പോൾ തന്നെ സിസുവിൻ്റെ ഡ്രസ്സൊക്കെ മാറിയായിരുന്നു. അവന് കുറേ ഡ്രസ്സ് ഇട്ടിട്ട് ഭയങ്കര ഇറിറ്റേഷനൊക്കെ ആയിരുന്നു. അങ്ങനെ അവൻ്റെ മേളിലുള്ള ജാക്കറ്റും എല്ലാം മാറിയായിരുന്നു. പുറത്തിറങ്ങുമ്പോൾ ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ ഇവന് ഇടാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ക്യാബ് ബുക്ക് ചെയ്തിട്ട് പെട്ടെന്ന് റൂമിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ നമുക്ക് ക്യാബ് കിട്ടാൻ കുറച്ച് സമയമെടുത്തു. അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് എത്തുമ്പം കുറച്ച് സമയമായി. പിന്നെ ഇത് നമ്മുടെ റൂമിൽ നിന്ന് കാണുന്ന വ്യൂ ആണ്. സ്നോ വീണിട്ട് ഫുള്ള് ഒരു കാലിൻ്റെ ഒരു പാട് പോലും കാണുന്നില്ല. മൊത്തത്തിൽ സ്നോ വീണിട്ട് നിറഞ്ഞിരിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും മിസ് ചെയ്യാതെ കാണണം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.